CPIM-ലേക്ക് തിരിച്ചു പോകുന്നതിൽ നിലപാടെടുക്കേണ്ടത് പാർട്ടിയെന്ന വി കുഞ്ഞികൃഷ്ണൻ. അച്ചടക്ക നടപടിക്ക് കാരണമായ തെറ്റെന്തെന്ന് CPIM ഇതുവരെ പറഞ്ഞിട്ടില്ല. തെറ്റെന്താണെന്നറിഞ്ഞാലല്ലേ തിരുത്താൻ കഴിയുന്നുവെന്നും MV ജയരാജന് മറുപടി. തെറ്റ് തിരുത്തിയാൽ പാർട്ടിയിലേക്ക് തിരിച്ചു വരാമെന്നാണല്ലോ ഇപ്പോൾ ഇവർ പറഞ്ഞത്. അപ്പൊ തെറ്റ് തിരുത്തി വരണമെങ്കിൽ എന്താണ് ഞാൻ ചെയ്ത തെറ്റെന്ന് പറയണ്ടേ? എങ്കിൽ മാത്രമല്ലേ തിരുത്താൻ പിന്നെ കഴിയൂ. അപ്പോൾ അതുണ്ടായിട്ടില്ല. ഇപ്പൊ ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ പരോക്ഷമായി CPM നേതൃത്വം അംഗീകരിക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയം തെറ്റായിപ്പോയി എന്ന് CPM നേതൃത്വം പറയുകയാണ്. അത് ഞാൻ ഉന്നയിച്ചൊരു വിഷയമാണ്. അപ്പൊ ഞാൻ ഉന്നയിച്ച ആ വിഷയം ശരിയാണ് എന്ന് പരോക്ഷമായി സമ്മതിക്കുന്ന നിലയിലേക്ക് CPM സംസ്ഥാന നേതൃത്വം മാറുമ്പോൾ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ ചെയ്തതാണോ CPM നേതൃത്വം സ്ഥാനാർത്ഥിത്വത്തിൽ സ്വീകരിച്ച നിലപാടാണോ തെറ്റ് എന്നതല്ലേ പരിശോധിക്കേണ്ടത്? വിവരങ്ങളുമായി നിഖിൽ അളവൂരാണ് ചെയ്യുന്നത്. നിഖിൽ, അല്പസമയം മുൻപാണ് MV ജയരാജൻ മാധ്യമങ്ങളെ കണ്ടത്. ഇപ്പോൾ ഈ കുഞ്ഞികൃഷ്ണൻ പറയുന്ന പോലെ തെറ്ററിഞ്ഞാൽ മാത്രമല്ലേ എന്താണ് അത് തിരുത്താൻ കഴിയുകയുള്ളൂ? TK ഗോവിന്ദനും വർഗവഞ്ചകർ തന്നെയാണ്. അവർക്ക് തെറ്റ് തിരുത്തി CPIM-ലേക്ക് തിരിച്ചു വരാനുള്ള മാർഗം ഇപ്പോൾ UDF തന്നെ ഒരുക്കുന്നു എന്നുള്ളതായിരുന്നു MV ജയരാജന്റെ പരാമർശം. ആ പരാമർശത്തിലാണ് ഇപ്പോൾ വി കുഞ്ഞികൃഷ്ണൻ മറുപടി പറയുന്നത്. CPIM-ലേക്ക് താൻ തിരിച്ചു പോകുന്നതിൽ നിലപാടെടുക്കേണ്ടത് CPIM തന്നെയാണ്. കാരണം CPIM ആണ് തന്നെ പുറത്താക്കിയത്. അതുകൊണ്ട് ഞാനല്ല, പകരം പാർട്ടിയാണ് താൻ തിരിച്ചു പോകുന്നതിൽ അതിന്റെ നടപടികൾ സ്വീകരിക്കേണ്ടത് എന്നതാണ് വി കുഞ്ഞികൃഷ്ണൻ പറയുന്നത്. അത് മാത്രമല്ല, ഇപ്പോഴത്തെ ഈ PM ശ്രീയും അതുപോലെ തന്നെ വിഴിഞ്ഞം പോർട്ടുമൊക്കെയായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർത്തി അതിൽ എതിരഭിപ്രായമുണ്ടോ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ MV ജയരാജൻ ഉന്നയിക്കുമ്പോൾ അതായിരുന്നില്ല താനും TK ഗോവിന്ദനും പറഞ്ഞ വിഷയം. അത് പാർട്ടിക്കുള്ളിലെ വിഷയങ്ങളായിരുന്നു. അതിലൊന്നും തന്നെ ഇതുവരെയും മറുപടി ലഭിച്ചിട്ടില്ല. അങ്ങനെ തങ്ങൾക്കെതിരെ അച്ചടക്ക നടപടിക്ക് കാരണമായ തെറ്റ് എന്താണെന്ന് CPIM പറഞ്ഞാൽ മാത്രമാണ് ആ തെറ്റ് തിരുത്താൻ വി കുഞ്ഞികൃഷ്ണന് സാധിക്കുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, നിലവിൽ UDF-ന്റെ പിന്തുണയോടുകൂടിയാണ് താൻ MLA ആയി വിജയിച്ചത്. അതുകൊണ്ട് തന്നെ UDF-ന്റെ ഭാഗമായുള്ള നിലപാട് മാത്രമേ എടുക്കാൻ കഴിയൂ. അതുമാത്രമല്ല, മുഖ്യമന്ത്രി VD സതീശൻ ഇപ്പോൾ എടുക്കുന്ന നിലപാടുകൾ അത് കൃത്യമായതാണ് എന്ന സൂചന നൽകുന്ന തരത്തിലാണ് വി കുഞ്ഞികൃഷ്ണന്റെ പ്രതികരണം. PM ശ്രീയിലും വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിലും കൃത്യമായ രേഖകൾ മുഖ്യമന്ത്രി സഭയിൽ അവതരിപ്പിക്കുമ്പോൾ LDF ആണ് പ്രതിക്കൂട്ടിലാകുന്നത് എന്നുകൂടിയാണ് വി കുഞ്ഞികൃഷ്ണൻ പറയുന്നത്. ഏതായാലും തെറ്റ് തിരുത്താനുള്ള മാർഗം, അല്ലെങ്കിൽ അങ്ങനെ തെറ്റ് തിരുത്താനുള്ള ഒരു വഴി UDF തന്നെ ഒരുക്കുന്നു വി കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും മുന്നിൽ എന്ന് MV ജയരാജൻ പറയുമ്പോൾ ആ വിഷയമല്ല, മറിച്ച് പാർട്ടിയിൽ തങ്ങൾ ഉന്നയിച്ച വിഷയങ്ങളുണ്ട്. പയ്യന്നൂരിലെ ഫണ്ട് വിവാദമായാലും സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രശ്നങ്ങൾ ആയാലും തങ്ങൾ ഉന്നയിച്ച വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിൽ ആദ്യം CPIM വ്യക്തത വരുത്തുകയാണ് വേണ്ടത്. അവിടെ തങ്ങളെടുത്ത നിലപാടിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മാത്രമേ തിരുത്താൻ കഴിയൂ എന്നുള്ളതാണ് വി കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ പറയുന്നത്.